നമസ്കാരം. 24ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 27 വെള്ളി, കന്നിമാസം 11. ഇന്ന് ലോക ടൂറിസം ദിനമാണ്. സമൂഹത്തിൽ ടൂറിസത്തിന്റെ പങ്കിനെ കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത്. യാത്രകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായും ഈ ദിനത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പുണ്ട്. ഇന്ന് 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും സമീപ മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷും കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനും കോഴിക്കോട് നിന്ന് ഷഹദ് റഹ്മാനുമാണ് ചേരുന്നത്. ആദ്യം MG പ്രതീഷിലേക്കാണ്. പ്രതീഷ്, ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ മഴയുണ്ടാകുമെന്ന മുന്നറിയിപ്പ്, അതുപോലെ തന്നെ ഇന്നലെയൊക്കെ തുടർച്ചയായ മഴ പെയ്യുന്നത് നമ്മൾ കണ്ടു. നഗരം വെള്ളത്തിലാകുന്നത് കണ്ടു. പല പ്രദേശങ്ങളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് എങ്ങനെയായിരിക്കും ഈ മഴയുടെ മുന്നറിയിപ്പുള്ളത്? അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യത എവിടെയെല്ലാം ഉണ്ട്, പറയൂ. സ്മിത, സംസ്ഥാനത്ത് 2 ദിവസം കൂടി അതിശക്തമായ മഴ തുടരും എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും വടക്കൻ കേരളത്തിലായിരിക്കും ഇന്ന് മഴ കൂടുതൽ ശക്തമാകുന്നത്. തീവ്രമായ മഴ വടക്കൻ കേരളത്തിൽ ഇന്ന് ഉണ്ടാകും. 4 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീവ്രമായ മഴയായിരിക്കും ഈ ജില്ലകളിൽ ഈ വരും മണിക്കൂറുകളിലും ഉണ്ടാകുന്നത്. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലുമായിരിക്കും 2 ദിവസം കൂടി മഴ കനക്കുക എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് പ്രധാനമായും സൂചിപ്പിക്കുന്നത്. ഒപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റടിച്ചേക്കാം എന്നതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ മലയോര മേഖലകളിലുള്ളവരും തീരദേശ മേഖലയിലുള്ളവരും ജാഗ്രത പാലിക്കണം. ഒപ്പം ഈ മധ്യ കേരളത്തിലും ശക്തമായ മഴയുണ്ടായിരിക്കും. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ കൂടി വടക്കൻ കേരളത്തിൽ കനത്ത മഴയുണ്ടാകും. നാളെ കഴിഞ്ഞാൽ മറ്റ് മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടില്ല. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം വരും മണിക്കൂറുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഇതിന്റെ സ്വാധീനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലും മഴ ശക്തമാകുന്നത്. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴ തിരുവനന്തപുരത്ത് വലിയ ദുരിതമാണ് വിതച്ചത്. താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിനടിയിലായിരുന്നു. പക്ഷേ ആശ്വാസകരമായ കാര്യം, ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരത്ത് മഴയില്ല എന്നതാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ കയറിയ വെള്ളമൊക്കെ തന്നെ പതിയെ ഇറങ്ങി തുടങ്ങുന്നുണ്ട്. സർക്കാരും ഈ ജില്ലാ ഭരണകൂടവും അടക്കം അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും 2 ദിവസം കൂടി സംസ്ഥാനത്ത് മഴ തുടരും. അതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ്. സ്മിത. നിതിൻ അംബുജനും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ഷഹദിലേക്കാണ് ഇനി. ഷഹദ്, വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടല്ലോ. ഓറഞ്ച് അലർട്ട് ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലാണ് നിലവിൽ. നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, ഈ ഷഹദ്, വടക്കൻ കേരളത്തിൽ നിലവിൽ മഴയുണ്ടോ ഷഹദ്, ഈ കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ? ഉന്മേഷ, നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോടോ അതുപോലെ തന്നെ മറ്റ് പ്രദേശങ്ങളിലോ കാര്യമായിട്ടുള്ള മഴയില്ല. അതായത് രാവിലെ നേരിയ മഴയുണ്ടായിരുന്നു എന്ന് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്നലെയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു. കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മണിക്കൂറുകളിൽ മഴ ശക്തമാകും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വടക്കൻ ജില്ലകളിലേക്കും മഴ ശക്തമാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തെക്കൻ ജില്ലകളിൽ തുടങ്ങി മധ്യ കേരളത്തിലും ചില വടക്കൻ പ്രദേശങ്ങളിലുമെല്ലാം മഴ പെയ്തിരുന്നു. ശക്തമായ മഴയാണ്. മധ്യ കേരളത്തിലെ മഴാ വിവരങ്ങളുമായി നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. ഇതിന് ഇന്നലെയെല്ലാം ശക്തമായ മഴയുണ്ടായിരുന്നു എറണാകുളം ജില്ലയുടെ പല ഭാഗങ്ങളിലും. മധ്യ കേരളത്തിൽ എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. കോട്ടയത്തൊക്കെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് ഈ പ്രഭാതത്തിലെ വിവരങ്ങൾ എന്താണ്?
ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴയാണ് മധ്യ കേരളത്തിലെ പലയിടത്തും ഉണ്ടായത്. നേരത്തെ സ്മിത സൂചിപ്പിച്ചപ്പോൾ തന്നെ കോട്ടയത്ത് അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ പല മേഖലകളിലും സമാനമായ നിലയിൽ തന്നെ അതിശക്തമായ മഴ ലഭിച്ചിരുന്നു. ഇന്നലെ എറണാകുളം നഗരത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരങ്ങളൊക്കെ അവർക്ക് രാത്രിയിൽ ഇത്തരത്തിൽ ഇടപെട്ടുള്ള മഴയുള്ള സാഹചര്യമാണ് ഉണ്ടായത്. നഗരത്തിൽ തന്നെ അതിശക്തമായ മഴ ഇന്നലെ എറണാകുളത്ത് ലഭിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിലെ ഉൾപ്രദേശങ്ങളിലും സമാനമായ തന്നെ അതിശക്തമായ മഴയാണ് പലയിടങ്ങളിലും ലഭിച്ചത്. ഇന്നിപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ ഉണ്ടായതിന്റെ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്കെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് നാശനഷ്ടമൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇന്നും അതിശക്തമായ കാറ്റോടുകൂടി മഴ ഉണ്ടാകുമെന്ന ഒരു റിപ്പോർട്ടാണ്, കാലാവസ്ഥാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിപ്പോർട്ടാണ് എന്തായാലും ഇന്നിപ്പോൾ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളൊരു വിവരമാണ് ഈ ഘട്ടത്തിൽ എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നൽകിയിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ യെല്ലോ അലർട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്നും അതിശക്തമായ മഴയ്ക്ക് എറണാകുളത്ത് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മധ്യകേരളത്തിലെ മറ്റ് ജില്ലകളിലും സമാനമായി തന്നെ അതിശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും ഒരു നാശനഷ്ടവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ ഇന്നലെ മുതൽ തന്നെ അതിശക്തമായ മഴ നഗരത്തിലും നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളിലും ലഭിക്കുന്നുണ്ട്. സ്മിത. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് മഴ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് നമ്മൾ കടക്കുന്നു. ഓപ്പറേഷൻ നംഖോറിൽ കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസർ വാഹനത്തിന്റെ ഉടമ മാഹിൻ അൻസാരിയുടെ മൊഴി വിശദമായി പരിശോധിക്കാൻ കസ്റ്റംസ്. വാഹനം കേരളത്തിൽ എത്തിച്ചതിന്റെ രേഖകളും ബാങ്ക് ഇടപാട് രേഖകളും മാഹിൻ അൻസാരി കസ്റ്റംസിന് മുന്നിൽ ഹാജരാക്കി. ഇടപാടിൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്നാണ് മാഹിൻ അൻസാരി കസ്റ്റംസിന് നൽകിയിരിക്കുന്ന മൊഴി. വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. നിതിൻ, ഈ മൊഴി സംബന്ധിച്ച് വിശദമായ പരിശോധന ഇപ്പോൾ കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ഈ ഇടപാടിന്റെ രേഖകളൊക്കെ ഹാജരാക്കിയിട്ടുണ്ട്, ബാങ്ക് ഇടപാട് വിവരങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് ഉടമ എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇപ്പോൾ കസ്റ്റംസിന്റെ അന്വേഷണം നടക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ നിതിൻ? ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കുണ്ടന്നൂരിൽ നിന്ന് പിടിച്ചെടുത്ത ലാൻഡ് ക്രൂസർ വാഹനത്തിന്റെ ഉടമ മാഹിൻ അൻസാരിയുടെ മൊഴി വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന മൊഴിയാണ് മാഹിൻ അൻസാരി ഇപ്പോൾ കസ്റ്റംസിന് നൽകിയിരിക്കുന്നത്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ മാഹിൻ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിൽ ബാങ്ക് ഇടപാട് രേഖകൾ ഉൾപ്പെടെയുണ്ട്. ഇത് കസ്റ്റംസ് സംഘം ഇപ്പോൾ വിശദമായി പരിശോധിച്ച് വരികയാണ്. അതിനുശേഷമേ തുടർ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നത്. നിതിൻ, ഈ മാഹിന്റെ മൊഴി പരിശോധിക്കുകയാണോ കസ്റ്റംസ് ഇപ്പോൾ? ഉമേഷ്, മാഹിന്റെ മൊഴി ഇപ്പോൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ് കസ്റ്റംസ് സംഘം. കാരണം ഇന്നലെയാണ് മാഹിൻ കസ്റ്റംസ് ഓഫീസിലെത്തി വിശദമായ മൊഴി നൽകിയത്. മണിക്കൂറുകളോളം മാഹിനെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം കസ്റ്റംസ് ചെയ്തിരുന്നു. കാരണം മാഹിൻ തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയായി കസ്റ്റംസ് നിലവിൽ സംശയിക്കുന്നത്. പ്രധാനമായും കോയമ്പത്തൂർ സംഘവുമായി മാഹിന് നേരിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു നിഗമനത്തിൽ തന്നെയാണ് നിലവിലിപ്പോൾ കസ്റ്റംസ് ആ ഒരു നിലയിലുള്ള ഒരു മൊഴിയെടുപ്പ് എന്തായാലും ഇന്നലെ തന്നെ നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ചില രേഖകൾ സഹിതമുള്ള പരിശോധനയും നടന്നു വരുന്നുണ്ട്. കാരണം ഭൂട്ടാൻ വഴി വാഹനം ലഭിച്ചു എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലവിലിപ്പോൾ കസ്റ്റംസ് സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ മാഹിന്റെ മൊഴി അത് കൃത്യമായി തന്നെ പരിശോധിക്കുന്നു. അതിനുശേഷം ഒരുപക്ഷെ വേണമെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. മാഹിൻ അതേസമയം തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് തനിക്ക് 2012 മോഡൽ 12 രജിസ്റ്റർ ചെയ്ത ഈ വാഹനം 1.5 വർഷം മുൻപാണ് തനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു സുഹൃത്ത് മുഖേന അല്ലെങ്കിൽ ഈ ഫേസ്ബുക്കിലെ ഒരു ഓൺലൈൻ ആപ്പ് പ്ലാറ്റ്ഫോം മുഖേന തനിക്ക് ഈ ഒരു വാഹനം ലഭിച്ചത്. അതിനുശേഷം പിന്നീട് താനത് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതേസമയം തന്നെ ഈ വാഹനവുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ തനിക്ക് അന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ വാഹനത്തെ തന്നിലേക്ക് അടുപ്പിച്ച ആളെ തനിക്ക് ആ ഒരു ഇടപാടുമായി നടത്തിയ ആളെ തനിക്ക് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇന്നലെ മാഹിൻ വ്യക്തമാക്കിയത്. എന്തായാലും ഈ ഒരു കാര്യം വിശദമായി തന്നെ മാഹിന്റെ ഈ മൊഴി കസ്റ്റംസ് സംഘം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ തനിക്ക് ചില ഈ കബളിക്കപ്പെട്ടതിനെ തുടർന്ന് തനിക്ക് പോലീസിൽ പരാതി നൽകണം എന്നൊരു കാര്യമാണ് ഇന്നലെ കസ്റ്റംസിനോട് അറിയിച്ചത്. കസ്റ്റംസ് അതുമായി ബന്ധപ്പെട്ട് ചില നിർദ്ദേശങ്ങളും
എന്തായാലും നൽകിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഏത് നിലയിലാകും തുടരന്വേഷണം എന്നത് ഇന്നത്തെ ഈ ഒരു മൊഴികളെല്ലാം തന്നെ വിശദമായി തന്നെ പരിശോധിച്ച് മാത്രമേ വ്യക്തമാക്കുകയുള്ളൂ. എന്തായാലും സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ തനിക്ക് ഉണ്ടായി എന്ന കാര്യമാണ് ഇന്നലെ മാഹിൻ വ്യക്തമാക്കിയത്. എന്തായാലും മാഹിന്റെ മൊഴി അത് പൂർണ്ണമായും ഇപ്പോൾ ഒരു വിശ്വാസത്തിൽ നിന്നും കസം സംഘം ഇതുവരെ എടുത്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ തുടരന്വേഷണവും എന്തായാലും ഇനിയുള്ള മാഹിന്റെ മൊഴി പരിശോധിച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കസം സംഘം നിലവിൽ ഇപ്പോൾ പരിശോധന ശക്തമാക്കുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ വാഹനങ്ങൾ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനിയുള്ള നീക്കങ്ങൾ ഏത് നിലയിലാകും എന്നതും ഇന്നത്തെ ഈ ഒരു അന്വേഷണത്തിന്റെ തുടരന്വേഷണ ഭാഗമായി നമുക്ക് മനസ്സിലാക്കും. പ്രത്യേകിച്ച് പോലീസിന്റെയും അതോടൊപ്പം തന്നെ ചെക്ക് പോസ്റ്റുകളൊക്കെ തന്നെ ഇതിനെ സഹായം തേടിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഓപ്പറേഷൻ നുങ്കൂർ തുടരാൻ തന്നെയാണ് കസ്റ്റംസ് തീരുമാനം. ഇതുവരെ 38 വാഹനങ്ങളാണ് പിടികൂടിയത്. ഇനിയും 100-ലധികം വാഹനങ്ങൾ പിടികൂടേണ്ടതുണ്ട്. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേർന്നത്. അപ്പോൾ ഇന്നും ഈ വിഷയത്തിൽ വിവരങ്ങൾ തേടുന്നത് തുടരും. അതുപോലെ ഈ മാഹിനാണെങ്കിൽ താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ മാഹിനിൽ നിന്നും തേടാനാണ് സാധ്യത. വിവാദങ്ങൾക്കിടയിൽ NSSന്റെ വാർഷിക പ്രതിനിധി സഭ ഇന്ന് ചങ്ങനാശ്ശേരി പെരുന്നയിൽ 2024-25 വർഷത്തെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചുള്ള ചർച്ച ചെയ്യാനുള്ള യോഗം അതാണ് ഇന്ന് ചേരുന്നത്. എന്നാൽ രാഷ്ട്രീയ നിലപാടിലുണ്ടായ മാറ്റം യോഗത്തിൽ ജനറൽ സെക്രട്ടറി വിശദീകരിച്ചേക്കും. നിലപാട് മാറ്റത്തിൽ എതിർപ്പ് ഉയരാനുള്ള സാഹചര്യവുമുണ്ട്. അതേസമയം കോട്ടയത്ത് UDFന്റെ നേതൃത്വത്തിൽ വിശദീകരണ കൺവെൻഷൻ നടക്കും. തിരുനക്കര മൈതാനത്ത് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവും UDF കൺവീനറും പങ്കെടുക്കും. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. ടോബി, ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് NSS ജനറൽ സെക്രട്ടറിക്കെതിരെ അവിടെ ഇവിടെയൊക്കെ ഒരു പൊട്ടലും ചീറ്റലും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു. എതിർപ്പുകൾ അറിയിച്ചു തുടങ്ങിയിട്ടുണ്ട് NSSനകത്തു നിന്നു തന്നെ. അതോടൊപ്പം തന്നെ UDFനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നിർണായകമായ സമയമാണ്. NSSനെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയുണ്ട്. അത് ഏത് രീതിയിൽ പോകണം എന്നുള്ള കാര്യത്തിലൊക്കെ ഇന്നൊരു തീരുമാനമാകുമായിരിക്കും. എന്തെല്ലാമാണ് വിവരങ്ങൾ? സ്മിത, തീർച്ചയായിട്ടും ഇന്ന് ചേരുന്ന പ്രതിനിധി സഭ എന്ന് പറയുന്നത് NSSന്റെ വരവ് ചെലവ് കണക്കുകൾ, ബജറ്റുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവതരിപ്പിക്കുന്ന, ചർച്ച ചെയ്യുന്ന ഒരു പ്രതിനിധി സഭയാണ് ഇന്ന് നടക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം വരുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദങ്ങൾ തന്നെയാണ്. വിവാദങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് NSSന്റെ നിലപാട് മാറ്റമാണ്. സമദൂര നിലപാട് സ്വീകരിച്ചിരുന്ന NSS കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നതാണ് വലിയൊരു രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നിലപാട് മാറ്റം എന്തുകൊണ്ടെടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിനിധി സഭയിൽ ഒരുപക്ഷെ സുകുമാരൻ നായർ വിശദീകരിച്ചേക്കാം. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. പക്ഷേ അതൊരു വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് NSSനുള്ളിൽ നടക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഒറ്റപ്പെട്ട ചില പ്രതിഷേധങ്ങൾ, പേര് വെക്കാത്ത ഫ്ലെക്സുകളൊക്കെയാണ് പുറത്തു വന്നത്. കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിലാണ് രാജി നടന്നത്. പക്ഷെ ആ രാജിയിലും ചില വിശദീകരണങ്ങളുണ്ട്. അവർ നേരത്തെ തന്നെ പുറത്തായവരാണെന്നുള്ള വിശദീകരണം NSS നൽകിയിട്ടുമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എറണാകുളത്ത് നിന്നും പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനപ്പുറത്തേക്ക് മറ്റൊരു വലിയ പ്രക്ഷോഭമോ പ്രതിഷേധമോ NSSനുള്ളിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞതുപോലെ തന്നെ തന്റെ തീരുമാനത്തെ എല്ലാവരും പിന്തുണയ്ക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇക്കാര്യം ഈ യോഗത്തിൽ വിശദീകരിക്കുമ്പോൾ എന്ത് പ്രതികരണമാണ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരെങ്കിലും എതിർപ്പ് ഉന്നയിക്കുമോ അല്ലെങ്കിൽ അതിന് പിന്തുണയ്ക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് UDF നേതാക്കൾ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം തന്നെ ഇന്ന് കോട്ടയം ജില്ലയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരുന്നു. അതുപോലെ തന്നെ UDF കൺവീനർ കോട്ടയത്തേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ NSSുമായിട്ടുള്ള ആ ഒരു അകലിച്ച കുറയ്ക്കുന്നതിന് വേണ്ടി നേരിട്ട് പോയുള്ള സന്ദർശനമോ മറ്റോ നടത്തുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഒരു രാഷ്ട്രീയ വിശദീകരണം. ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അതിൽ സർക്കാരിനുണ്ടായ തിരിച്ചടി, അക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കൺവെൻഷൻ വെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ പോലും NSSുമായിട്ടുള്ള അകലിച്ച മാറ്റാനുള്ള ചില കുറുക്കുവഴികൾ കൂടി ഇന്നത്തെ ഈ യോഗത്തിനിടയിൽ നടക്കുമോ എന്ന് നമ്മൾ ഉറ്റുനോക്കുന്നുണ്ട്. സ്മിത, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. എറണാകുളം പള്ളൂരത്തിൽ നിന്ന് 2 കുട്ടികളെ കാണാതായി. 5ലും 6ലും പഠിക്കുന്ന സംഗീത്, ആരവ് എന്നീ കുട്ടികളെയാണ് കാണാതായത്. 2 കുട്ടികളും സൈക്കിളിൽ പോകുന്ന ഫോട്ടോ അത് 24ന് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നോക്കാം. വിഷ്ണു സുരേഷുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ കുട്ടികളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ പുതുതായി?
ഉന്മേഷ, പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ സംഗീത് എന്ന് പറഞ്ഞ കുട്ടി സഹോദരനോട് ചെന്നൈയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു എന്നാണ് പോലീസിന് ലഭ്യമായിട്ടുള്ള വിവരം. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനുകളും ബസ് സ്റ്റാൻഡുകളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് കുട്ടികളെ കാണാതായി എന്ന പരാതി ലഭിക്കുന്നത്. പിന്നാലെ തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികൾ അധികം ദൂരം പോയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു പ്രാഥമികമായ വിലയിരുത്തൽ. എന്നാൽ പോലും റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം ബസ് സ്റ്റാൻഡുകളും ഒക്കെ കേന്ദ്രീകരിച്ച അന്വേഷണം നടത്തുന്നുണ്ട്. 5ഉം 6ഉം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. ഇവർ സുഹൃത്തുക്കളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണ് പെട്ടെന്ന് ഇങ്ങനെ വീട് വിട്ട് പോകാനുള്ള കാരണം എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ കുട്ടികളെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് വിവിധ ടീമുകളായി കേന്ദ്രീകരിച്ചാണ് കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിലും ഒപ്പം തന്നെ ഇതര ജില്ലകളിലും ഒക്കെ ഈ കുട്ടികളുടെ ഫോട്ടോയൊക്കെ നൽകി അവിടെയെല്ലാം അലേർട്ട് നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും അലേർട്ട് നൽകിയിട്ടുണ്ട്. അങ്ങനെ വിശദമായ ഒരു പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കുട്ടികളെ ഇന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഇവരുടെ മറ്റു സുഹൃത്തുക്കളുടെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആരോടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇവിടുന്ന് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ, എന്താണ് അതിന്റെ പശ്ചാത്തലം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മറ്റു സുഹൃത്തുക്കളോടും അടക്കം അധ്യാപകരോടക്കം തേടുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ക്രോഡീകരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ കുറച്ചുകൂടി രാവിലെ വ്യാപിപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ കണ്ടെത്താനാകും എന്നാണ് നിലവിൽ കരുതുന്നത്. അതുമായി ബന്ധപ്പെട്ട നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ഉന്മേഷം, 5ലും 6ലും പഠിക്കുന്ന 2 കുട്ടികളെയാണ് കാണാതായത്. എറണാകുളം കൊച്ചി പള്ളുരുത്തിയിൽ നിന്നാണ് ഈ കുഞ്ഞുങ്ങളെ കാണാതായത്. അന്വേഷണം അങ്ങനെ തുടരുകയാണ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. CPIM നേതാവ് KJ ഷൈൻ നൽകിയ സൈബർ ആക്രമണ കേസിൽ 1-ാം പ്രതി CK ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം ജില്ലാ സെഷൻസ് കോടതി ഇന്ന് പരിഗണിച്ചേക്കും. ജാമ്യാപേക്ഷയിൽ നിന്ന് പോലീസ് റിപ്പോർട്ട് കൈമാറും. അതേസമയം ഇന്നലെ KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നേരിട്ട് തിരിച്ചടി മറികടക്കാനുള്ള ശ്രമവും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും, പ്രത്യേകിച്ച് സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്ന്. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജനാണ് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിതിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, CPIM നേതാവ് KJ ഷൈനെ അപവാദ പ്രചരണം നടത്തിയ കേസിൽ KJ ഷൈനെതിരെ അപവാദ പ്രചരണം നടത്തിയ കേസിൽ 1-ാം പ്രതിയാണ് CK ഗോപാലകൃഷ്ണൻ. കോൺഗ്രസിന്റെ പറവൂർ മണ്ഡലം സെക്രട്ടറിയാണ് CK ഗോപാലകൃഷ്ണൻ. ഗോപാലകൃഷ്ണന്റെ കെടാമംഗലത്തെ വീട്ടിലടക്കം പോലീസ് പരിശോധന നടത്തി ഫോണുകളടക്കം പിടിച്ചെടുത്തിരുന്നു. ഗോപാലകൃഷ്ണൻ ഒളിവിലാണ്. ഇതിനിടയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നേരെ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് പോയത്. ഏതായാലും ഇന്ന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി പരിഗണിച്ചേക്കുമെന്നുള്ള ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പോലീസ് കോടതിയിൽ കൈമാറും. കൂടാതെ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നുള്ള വിവരമാകും ഇന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുക. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ആലുവ സൈബർ പോലീസിൽ ഗോപാലകൃഷ്ണൻ ഹാജരാകാൻ ആവശ്യപ്പെട്ടെങ്കിലും ചോദ്യം ചെയ്യലിനായി ഇതുവരെ ഗോപാലകൃഷ്ണൻ ഹാജരായിട്ടില്ല. അതോടൊപ്പം തന്നെ KJ ഷൈൻ മാത്രമല്ല മറ്റ് 4 MLA-മാരും ഇത്തരത്തിൽ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് CK ഗോപാലകൃഷ്ണനെതിരെ പരാതി നൽകിയിരുന്നു. ആ നിലയിലുള്ളൊരു റിപ്പോർട്ടാകും ഇപ്പോൾ അന്വേഷണം തുടരുന്ന ഒരു റിപ്പോർട്ട് തന്നെയാകും ഇന്ന് സംഘം കോടതിയിൽ കൈമാറുക. മറ്റൊന്ന്, ഇന്നലെ KM ഷാജഹാനെ ജാമ്യം ലഭിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ KM ഷാജഹാനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. പക്ഷേ ഇന്നലെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പോലീസിനെതിരെ വലിയ ചോദ്യങ്ങൾ തന്നെയാണ് കോടതിയുടെ ഭാഗത്തും ഉണ്ടായത്. കാരണം 3 മണിക്കൂർ കൊണ്ട് FIR രജിസ്റ്റർ ചെയ്ത് നേരെ തിരുവനന്തപുരത്തെത്തി KM ഷാജഹാനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെങ്ങമനാട് SIക്ക് ഈ ഒരു കേസിൽ എന്താണ് അധികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനെതിരെ ഇന്നലെ കോടതി ചോദിച്ചിരുന്നു. പിന്നീട് SITയുടെ റിപ്പോർട്ടടക്കം കോടതിയിൽ ഹാജരാക്കണം എന്നൊരു ആവശ്യമാണ് ഇന്നലെ ഈ ജാമ്യാപേക്ഷ ബന്ധപ്പെട്ട് ഹർജി പരിഗണിക്കവേ പോലീസോട് കോടതി ചോദ്യങ്ങൾ ചോദിച്ചത്. അങ്ങനെ വലിയ തിരിച്ചടി ഇന്നലെ തന്നെ കേസിൽ ഉണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ കൂടുതൽ പരിശോധനകളും അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകളെ പ്രതി ചേർക്കാനുള്ള ഒരു നടപടിയാകും പോലീസ് സ്വീകരിക്കുക. കൂടാതെ ഇതുവരെ 4 ഫോണുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായാലും ശക്തമായ ഒരു അന്വേഷണം മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ കൂടുതൽ പേരെ പ്രതി ചേർക്കാൻ നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകും. അതിനിടയിൽ ഒരു തിരിച്ചടി ഇന്നലെ KM ഷാജഹാന്റെ കേസിൽ പോലീസിന് ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന റിപ്പോർട്ടാകും ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ കൈമാറാൻ സാധ്യത. നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അറസ്റ്റിലായ പരിസ്ഥിതി പ്രവർത്തകനും ലഡാക്ക് പ്രക്ഷോഭ നേതാവുമായ സോനം വാങ്ചുക്കിനെ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്ക് മാറ്റി. സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ ലേയിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിരുന്നു. ലഡാക്കിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടായതിനു പിന്നാലെ ദേശ സുരക്ഷാ നിയമപ്രകാരമാണ് സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിൽ പ്രതിഷേധിച്ച് ആം ആദ്മി പാർട്ടി ജന്തർ മന്ദറിൽ മെഴുകുതിരി മാർച്ച് സംഘടിപ്പിച്ചു. ഡൽഹിയിൽ നിന്ന് വിനിത വിജയാണ് ചേരുന്നത്. വിനിത, ഈ അറസ്റ്റിനെ തുടർന്ന് അജ്ഞാത കേന്ദ്രത്തിലേക്ക് വാങ്ചുക്കിനെ മാറ്റി എന്നുള്ള വിവരമാണ് ലഭിച്ചത്. ഇതിപ്പോൾ രാജസ്ഥാനിലേക്കാണ് മാറ്റിയതെന്ന്, എവിടേക്കാണ് മാറ്റിയത് എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നുണ്ടോ? എന്തെല്ലാം വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്?
വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ് ആൻഡ് സ്മിത. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അറസ്റ്റിന് പിന്നാലെ ഒരു കേന്ദ്രത്തിലേക്ക് സോനം വാങ്ചുക്കിനെ മാറ്റിയെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെ ഇപ്പോൾ രാജസ്ഥാനിലെ ജോധ്പൂരിലേക്കാണ് സോനം വാങ്ചുക്കിനെ കൊണ്ടുപോയിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ തന്നെ ലേയിൽ ഇന്റർനെറ്റ് നിരോധനം അടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ പ്രക്ഷോഭങ്ങളിലേക്കൊക്കെ പോകുന്നത് തടയുന്നതിന്റെ കൂടി ഭാഗമായിരുന്നു ഇത്തരമൊരു നടപടിയിലേക്ക് അധികൃതർ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ ഇന്റർനെറ്റ് നിരോധനം ഇപ്പോഴും അവിടെ തുടരുക തന്നെയാണ്. ഇപ്പോൾ ജോധ്പൂരിലേക്കുള്ള ഒരു കേന്ദ്രത്തിലേക്കാണ് സോനം വാങ്ചുക്കിനെ മാറ്റിയിരിക്കുന്നത്. ദേശീയ സുരക്ഷാ നിയമപ്രകാരം ആണ് ഈ അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നമുക്ക് ലേയിൽ നിന്നൊക്കെ അറിയാൻ കഴിയുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഇന്നലെ ഒരു പ്രസ് മീറ്റ് ഒക്കെ സോനം വാങ്ചുക്ക് അവിടെ നടത്താനായി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളതാണ് ചില വിവരങ്ങൾ കൂടി നമുക്ക് ലേയിൽ നിന്നൊക്കെ തന്നെ ലഭിക്കുന്നത്. ഈ പ്രക്ഷോഭമുണ്ടായി, അത് 15 ദിവസമായി സോനം വാങ്ചുക്ക് ഈ ലഡാക്കിന് സംസ്ഥാന പദവി നൽകണം, 6ാം ഷെഡ്യൂൾ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ 15 ദിവസമായി സോനം വാങ്ചുക്ക് അവിടെ നിരാഹാര സമരം നടത്തി വരികയായിരുന്നു. പെട്ടെന്നാണ് അതൊരു വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറുകയും ആ പ്രക്ഷോഭത്തിൽ 50ഓളം പേർക്ക് പരിക്കേൽക്കുകയും 4 പേർ കൊല്ലപ്പെടുകയും ഒക്കെ തന്നെ ചെയ്തത്. പിന്നാലെയാണ് സോനം വാങ്ചുക്കിന്റെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളാണ് ഈ ജനത്തെ പ്രകോപിപ്പിച്ചതും ഇത്തരം വലിയ പ്രക്ഷോഭത്തിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ എത്തിച്ചതെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടക്കം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നാലെ സോനം വാങ്ചുക്കിന്റെ NGOയ്ക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിൽ CBI ആണ് ആദ്യം അന്വേഷണവുമായി രംഗത്ത് വന്നത്. പിന്നാലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് അന്വേഷണം നടത്തിയേക്കുമെന്ന ചില സൂചനകൾ കൂടി ഉണ്ടായിരുന്നു. പിന്നാലെയാണ് ഇന്നലെ വൈകിട്ടോടെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത് ലഡാക്ക് DGPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം എത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ആദ്യം കസ്റ്റഡിയിലേക്ക് എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. ഇതിലിപ്പോൾ ആം ആദ്മി പാർട്ടിയൊക്കെ ഇന്നലെ ചില പ്രതിഷേധങ്ങളും ഒക്കെയായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ സോനം വാങ്ചുക്കിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ പ്രതിഷേധങ്ങൾ ലഡാക്കിലടക്കം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പ്രതിരോധിക്കുന്നതിനടക്കമുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ഇന്റർനെറ്റ് നിരോധനം അടക്കം ആ മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സമരത്തിൽ ഏർപ്പെട്ട നേതാക്കളുമായി ഇന്ന് ആഭ്യന്തര മന്ത്രാലയം ഒരു ചർച്ച നടത്തിയേക്കുമെന്നുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാവുകയാണ്. ലേ അപ്പെക്സ് ബോഡിയും അതോടൊപ്പം തന്നെ കാർഗിൽ ഡെമോക്രാറ്റിക് അലയൻസ് നേതാക്കളുമായിട്ടായിരിക്കും ഇന്ന് ചർച്ച നടത്തുക. അത് 2 ദിവസം കഴിഞ്ഞ ദിവസമോ അല്ലെങ്കിൽ ഇന്നോ ഈ ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇന്നലെ അത്തരത്തിലേക്കുള്ള കൂടിക്കാഴ്ചകളോ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഈ നേതാക്കൾ ഡൽഹിയിലെത്തിയതായും ചില റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. ശരി, ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. വിവാദങ്ങൾക്കിടെ BJP സംസ്ഥാന സമിതി യോഗം ഇന്ന് കൊല്ലത്ത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിലുള്ള BJP പുതിയ സംസ്ഥാന കമ്മിറ്റിയുടെ ആദ്യ യോഗം കൂടിയാണ് ഇപ്പോൾ ചേരുന്നത്. ഉച്ചകഴിഞ്ഞ് 2 മണിയോടെ ചേരുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കമാണ് പ്രധാന അജണ്ട. കേന്ദ്ര ആരോഗ്യമന്ത്രി കൂടിയായ JP നദ്ദയുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ എയിംസ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം സമവായത്തിലെത്തിയേക്കും. നിലവിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും BJPയുടെ ജില്ലാ അധ്യക്ഷന്മാരും എയിംസിനായി തുടരുന്ന ഭിന്നാഭിപ്രായം പാർട്ടിയെ വിട്ടിലാക്കിയിട്ടുണ്ട്. NSS, SNDP തുടങ്ങിയ സാമുദായിക സംഘടനകളുമായുള്ള ബന്ധം വഷളായതും യോഗത്തിൽ ചർച്ചയാകും. രാവിലെ 9:45 തിരുവനന്തപുരത്തെത്തുന്ന BJPയുടെ ദേശീയ അധ്യക്ഷൻ റോഡ് മാർഗമാണ് കൊല്ലത്തെത്തുക. മാതാ അമൃതാനന്ദമയി മഠം സന്ദർശിച്ചതിനു ശേഷം രാവിലെ ചേരുന്ന ജില്ലാ അധ്യക്ഷന്മാരുടെയും ജില്ലാ പ്രഭാരിമാരുടെയും യോഗത്തിലും JP നദ്ദ പങ്കെടുക്കും. ഇന്ന് മാതാ അമൃതാനന്ദമയിയുടെ 72ാം ജന്മദിനം. ലോകത്തെമ്പാടുമായി നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാണ് മാതാ അമൃതാനന്ദമയി മഠം നടത്തിവരുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഭവന നിർമ്മാണം, ദുരിതാശ്വാസം, സ്ത്രീ ശാക്തീകരണം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങി നിരവധി മേഖലകളിൽ മഠം നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. മൂന്ന് ലക്ഷം ഭവനരഹിതർക്ക് വീടുകൾ, 59 ലക്ഷം പേർക്ക് സൗജന്യ വൈദ്യസഹായം, 55,000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ്, 2 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിലിലൂടെ ശാക്തീകരണം, അനാഥരായ 1 ലക്ഷം പേർക്ക് പെൻഷൻ, 713 കോടി രൂപയുടെ ദുരിതാശ്വാസ സഹായം, 15,000 വനിതാ സ്വയം സഹായ സംഘങ്ങൾ, പ്രതിവർഷം 1 കോടി പേർക്ക് ഭക്ഷണം. അങ്ങനെ പോകുന്നു മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങൾ. താൻ ജനിച്ചു വളർന്ന സമൂഹത്തിലെ ദാരിദ്ര്യവും അസമത്വവും ഒക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ മാതാ അമൃതാനന്ദമയി അന്നു മുതൽ തന്നെ സഹജീവികളുടെ കഷ്ടപ്പാടുകൾ അകറ്റാൻ ആകുന്നതെല്ലാം ചെയ്തു വന്നു. ലോകമറിയുന്ന ആത്മീയ നേതാവായി മാറിയപ്പോഴും വേദനിക്കുന്നവരെ സാന്ത്വനിപ്പിക്കുന്നതിലായിരുന്നു മാതാ അമൃതാനന്ദമയിയുടെ ശ്രദ്ധ. ഇന്ത്യയിലെ
5000 ഗ്രാമങ്ങളിലെ 1 കോടി പേർക്ക് കുടിവെള്ളം എത്തിക്കാനുള്ള ജീവാമൃതം പദ്ധതി, കെനിയയിലെ നൈറോബിയിലെ അമൃത ചിൽഡ്രൻസ് ഹോമിൽ 160 കുട്ടികൾക്ക് ഭക്ഷണവും വിദ്യാഭ്യാസവും, മെക്സിക്കോയിലും കോസ്റ്ററിക്കയിലും ബ്രസീലിലും കാനഡയിലും സ്പെയിനിലും ഓസ്ട്രേലിയയിലും വിശക്കുന്നവർക്ക് ഭക്ഷണം, അമേരിക്കയിലെ 50 നഗരങ്ങളിലെ മദേഴ്സ് കിച്ചൺ വഴി പ്രതിവർഷം 1.5 ലക്ഷം പേർക്ക് ഭക്ഷണം, കേരളത്തിൽ 20,000 വീടുകൾ അടക്കം രാജ്യത്ത് 80 ഇടങ്ങളിലായി 47,000-ന് മുകളിൽ ഭവനങ്ങൾ, അമൃത സ്വയം പര്യാപ്ത ഗ്രാമ പദ്ധതി, സൗജന്യ ശസ്ത്രക്രിയകൾ തുടങ്ങി മഠത്തിന്റെ കാരുണ്യമെത്താത്ത മേഖലകളില്ല. മാനവസേവയാണ് യഥാർത്ഥ ഈശ്വര സേവയെന്ന് മാതാ അമൃതാനന്ദമയി മഠം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. റിസർച്ച് ഡെസ്ക് 24. ആധാർ ഇല്ലാത്തതിനാൽ സൗജന്യ യൂണിഫോം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ 1,00,000-ലധികം വിദ്യാർത്ഥികൾക്ക് നിഷേധിക്കപ്പെടും. ആധാർ അപ്ലോഡ് ചെയ്യാത്ത 57,130 കുട്ടികളുണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്ക്. 4,000-ലധികം അധ്യാപക തസ്തികകളും ഇല്ലാതാകും. ആധാറിന് പകരം ജനറൽ സർട്ടിഫിക്കറ്റ് പരിഗണിക്കാനാകുമോ എന്ന പരിശോധനയിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. സ്കൂൾ തുറന്ന 6ാം പ്രവൃത്തി ദിനത്തിൽ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യണം. 34,03,633 കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ അതിൽ 57,130 കുട്ടികൾക്ക് ആധാർ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനാൽ തന്നെ ഈ കുട്ടികൾ സൗജന്യ യൂണിഫോം പദ്ധതിയിൽ നിന്ന് പുറത്തായി. ഈ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യൂണിഫോം ലഭിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പും വ്യക്തമാക്കി. ഇതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ മലപ്പുറം ജില്ലയിലാണ്, 15,472 പേർ. തിരുവനന്തപുരം ജില്ലയിൽ 5,724, പാലക്കാട് ജില്ലയിൽ 4,857, കോഴിക്കോട് ജില്ലയിൽ 4,499, കണ്ണൂർ ജില്ലയിലെ 4,262 കുട്ടികൾക്കും സൗജന്യ യൂണിഫോം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കില്ല. ഈ എണ്ണം കണക്കാക്കിയാണ് അധ്യാപക തസ്തികകളും നിശ്ചയിക്കുന്നത്. പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞതിനു പുറമെ ആധാർ അപ്ഡേറ്റ് ചെയ്യാത്ത കുട്ടികളുടെ കണക്ക് കൂടി നോക്കിയാൽ 4,090 അധ്യാപക തസ്തികകൾ ഇല്ലാതാകും. കുട്ടികൾക്ക് യൂണിഫോം നിഷേധിക്കുന്നത് വിദ്യാഭ്യാസ അവകാശ ലംഘനമാകും. ഇതിനു പുറമെ അധ്യാപക തസ്തികകൾ കൂടി കുറഞ്ഞാൽ സർക്കാരിനെതിരെ പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. അതിൽ ബദൽ ക്രമീകരണം ഒരുക്കാനുള്ള ആലോചനയിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. ആധാറിന് പകരം ജനന സർട്ടിഫിക്കറ്റ് പരിഗണിക്കാനാകുമോ എന്നാണ് സർക്കാർ ആലോചിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം. മുനമ്പം വഖഫ് ഭൂമി കേസ് ഇന്ന് വഖഫ് ട്രൈബ്യൂണൽ പരിഗണിക്കും. മുനമ്പം നിവാസികൾ നൽകിയ 4 ഹർജികളാണ് പരിഗണിക്കുക. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ പുതിയ ഹർജികൾ പരിഗണിക്കരുതെന്നും കേസ് നീണ്ടുപോകുമെന്നും വഖഫ് ബോർഡ് ട്രൈബ്യൂണലിൽ ആവശ്യപ്പെട്ടിരുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, പറയൂ, എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. ഈ കേസ് 2 ഇടങ്ങളിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഒന്ന് വഖഫ് ട്രൈബ്യൂണലിലും മറ്റൊന്ന് ഹൈക്കോടതിയിലും. ഇപ്പോൾ ഇന്ന് പരിഗണിക്കുന്നത് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലുള്ള കേസാണ്. അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് 4 പേരുടെ ഹർജി, അതായത് മുനമ്പൻ നിവാസികളുടെ 4 പേരുടെ ഹർജിയാണ് പരിഗണിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ മുനമ്പൻ നിവാസികൾ കക്ഷി ചേരാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കോടതി ഇവരുടെ ഹർജി തള്ളുകയായിരുന്നു. അതിന് പ്രധാനമായിട്ടും കോടതി ഉന്നയിച്ച വാദം എന്ന് പറയുന്നത്, കാരണം ഇനിയും കൂടുതൽ ആളുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കക്ഷി ചേരുകയും അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഇതിനെതിരെ വരികയും ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ കേസ് കൂടുതൽ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് തള്ളിയിട്ടുണ്ടായിരുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഹൈക്കോടതിയും ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ പുതിയ ഹർജി സമർപ്പിക്കാനാണ് ഈ ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ഇന്ന് മുനമ്പം നിവാസികൾ ഹാജരാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എരഞ്ഞിപ്പാലത്തുള്ള വഖഫ് ട്രൈബ്യൂണലിലാണ് ഈ കേസ് നടക്കുക. ശരി, ഷഹദ് റഹ്മാനാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകി. റവന്യൂ അവകാശങ്ങൾക്കായുള്ള മുനമ്പത്തെ 600 കുടുംബങ്ങളുടെ ഭൂസമരം ആരംഭിച്ചിട്ട് ഇന്ന് 1 വർഷം. മുനമ്പൻ നിവാസികളും വഖഫ് ബോർഡും തമ്മിലുള്ള ഭൂമി തർക്കമാണ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിലേക്ക് നയിച്ചത്. 1 വർഷം പിന്നിടുമ്പോൾ മുനമ്പം നിവാസികളുടെ പോരാട്ടം തുടരുകയാണ്. റിപ്പോർട്ട് കാണും. സ്വന്തം ഭൂമിയിലെ റവന്യൂ അവകാശങ്ങൾക്കായാണ് 2024 സെപ്റ്റംബർ 27-ന് മുനമ്പത്തെ ജനങ്ങൾ വഞ്ചി സ്ക്വയറിൽ സമരപ്രഖ്യാപനം നടത്തിയത്. 600 കുടുംബങ്ങളുടെ ആ സമരപോരാട്ടം ഇന്ന് 1 വർഷത്തിലെത്തി. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന നിലപാട് മൂലം കുടിയിറക്ക് ഭീഷണിയിലാണ് ഇന്നും മുനമ്പത്തെ ജനങ്ങൾ. 1 വർഷമായി സമരമുഖത്ത് തുടരുമ്പോഴും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടില്ല. ഞങ്ങൾ ഈ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതും അതേപോലെ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുന്നതിൻ്റെയും കാരണം
കേരളത്തിലെ പൊതുമനസാക്ഷി ഉണർന്ന് ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് കണ്ണു തുറക്കുന്നതിനും അതേപോലെ തന്നെ നീതിപീഠത്തിൻ്റെയും കണ്ണു തുറന്ന് യഥാർത്ഥമായ വശങ്ങൾ പഠിച്ച് ഞങ്ങൾക്ക് പ്രശ്നത്തിൽ നിന്ന് മോചനം കിട്ടുന്നതിന് വേണ്ടിയാണ്. വരും ദിവസങ്ങളിൽ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ തീരുമാനം. നിലവിൽ സമരപ്പന്തലിൽ നടത്തിവരുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമായി തുടരും. ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത് ഗതികേട് കൊണ്ടാണ്. ഒരു രാഷ്ട്രീയക്കാരെയും ഒരു ഗവൺമെന്റിനെയും പിണക്കാൻ വേണ്ടിയിട്ടല്ല, ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. സമരം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ വിവിധ ക്രൈസ്തവ സഭാ നേതാക്കളുടെ ഉപവാസ സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. വഖഫ് നിയമ ഭേദഗതി ബിൽ പാസ്സായതോടെ പ്രശ്നത്തിന് പരിഹാരമാകുമെന്ന് മുനമ്പം നിവാസികൾ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരം നീളുകയാണ്. 24 കൊച്ചി. കേരള സർവകലാശാല വിവാദങ്ങൾക്കിടെ പുതിയ നീക്കവുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സർവകലാശാല സെനറ്റ് ചേംബറിൽ വികസിത ഭാരതത്തിന് ശ്രീ ശങ്കരാചാര്യ ദർശനം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. ഒക്ടോബർ 6 മുതൽ 8 വരെയാണ് രാജ്യാന്തര സെമിനാർ. സർവകലാശാലയുടെ വേദാന്ത പഠന കേന്ദ്രത്തിനാണ് നടത്തിപ്പ് ചുമതല. സർവകലാശാലയുടെ സെനറ്റ് ഹാളിൽ സ്വകാര്യ സംഘടനയുടെ പരിപാടിയിൽ കാവിക്കൊടിയേന്ത്യ ഭാരതാംബയുടെ ചിത്രം വെച്ചത് വൻ വിവാദമായിരുന്നു. പിന്നാലെ രജിസ്ട്രാറുടെ സസ്പെൻഷനും എതിർപ്പുകളും തുടരുന്നതിനിടെയാണ് മതരാഷ്ട്രീയ ധ്വനിയുള്ള സെമിനാറുമായി സർവകലാശാല VC ഇപ്പോൾ എത്തുന്നത്. ഇന്ന് ലോക വിനോദസഞ്ചാര ദിനം. വിനോദസഞ്ചാരവും സുസ്ഥിര പരിവർത്തനവും ഇതാണ് ഈ വർഷത്തെ പ്രമേയം. യുണൈറ്റഡ് നേഷൻസ് വേൾഡ് ടൂറിസം ഓർഗനൈസേഷന്റെ ആഹ്വാനപ്രകാരം 1980 മുതലാണ് ഈ ദിനം ആചരിക്കുന്നത്. ഓരോ യാത്രയും പുതിയ അറിവുകളും സൗഹൃദങ്ങളുമാണ് നമുക്ക് സമ്മാനിക്കുന്നത്. വിനോദസഞ്ചാരത്തെ കേവലം ഉല്ലാസയാത്ര എന്നതിലുപരിയായി സാമ്പത്തിക വളർച്ചയും സാംസ്കാരിക വിനിമയവും ഉറപ്പാക്കുന്ന ശക്തിയായാണ് ഇന്ന് ലോകം കാണുന്നത്. 1.4 ബില്യൺ അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം ലോകത്തെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചത്. ഇക്കൂട്ടത്തിൽ ലോകത്തെ ഏറ്റവും അധികം വിനോദസഞ്ചാരികളെത്തിയ രാജ്യം ഫ്രാൻസാണ്. ആകെ 8.94 കോടി സഞ്ചാരികൾ. തൊട്ടുപിന്നിൽ സ്പെയിനും അമേരിക്കയും. ലോക സാമ്പത്തിക ഫോറത്തിന്റെ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം 119 രാജ്യങ്ങളിൽ 39ാം സ്ഥാനത്താണ് ഇന്ത്യ. താജ്മഹൽ, വാരാണസി, ജയ്പൂർ, ഗോവ, കേരളം, ഹിമാലയത്തിന്റെ സൗന്ദര്യം പേറുന്ന ലേ ലഡാക്ക് എന്നിവയാണ് വിദേശ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ പ്രധാന ഇടങ്ങൾ. 2.22 കോടി വിനോദസഞ്ചാരികളാണ് കഴിഞ്ഞ വർഷം കേരളത്തിലെത്തിയത്. 40,000 കോടി രൂപയിലേക്ക് എത്തുകയാണ് വിനോദസഞ്ചാരത്തിൽ നിന്നുള്ള കേരളത്തിന്റെ വരുമാനം. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ വീടുകൾ ഉപയോഗപ്പെടുത്തി താമസ സൗകര്യം വർദ്ധിപ്പിക്കുന്ന കെ ഹോംസ് പദ്ധതിയും ഫാം ടൂറിസവും അടക്കം നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചു വരുന്നത്. റിസർച്ച് ഡെസ്ക് 24. BJP കൗൺസിലർ തിരുമല അനിലിന്റെ മരണത്തിൽ പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചതോടെ നിക്ഷേപകരും പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. നിക്ഷേപ കാലാവധി കഴിഞ്ഞ ഒട്ടേറെ പേർക്കാണ് പണം തിരികെ കിട്ടാനുള്ളത്. 11 കോടിയോളം രൂപ ആസ്തിയുള്ള ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന് 6 കോടിയുടെ ബാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നു. പ്രതീഷ്, ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ, വിവാദങ്ങൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇതൊരു വലിയ പ്രശ്നമാണ്. വലിയ തുകയുടെ ബാധ്യതയുണ്ട് ഇപ്പോൾ എന്നാണ് മനസ്സിലാകുന്നത്. പറയും. സ്മിത, തീർച്ചയായും അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നതോടുകൂടിയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തിന് രൂപം നൽകിയത്. കഴിഞ്ഞ ദിവസമാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ച് സർക്കാർ ഉത്തരവ് ആയത്. ഈ അന്വേഷണ സംഘം വൈകാതെ തന്നെ അനിലിന്റെ കുടുംബത്തിൽ നിന്ന് മൊഴിയെടുക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ പരാതികൾ, ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണ സംഘം പരിശോധിക്കും. ഒപ്പം ഈ സഹകരണ സംഘത്തിലുണ്ടായ ബാധ്യതയാണ് മരണത്തിലേക്ക് നയിച്ചത് എന്നതാണ് ഈ നിലവിലെ പ്രാഥമിക അന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സംഘത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബാധ്യതകളുടെ രേഖകളും പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയതോടുകൂടിയാണ് ഈ പണം ലഭിക്കാനുള്ള നിക്ഷേപകർ കൂടി പോലീസിനെ സമീപിക്കാൻ ഇപ്പോൾ ആലോചിക്കുന്നത്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ പോലീസിൽ ഈ നിക്ഷേപകർ പരാതി നൽകും. ഈ നിക്ഷേപകർക്ക് ഈ കിട്ടാനുള്ള പണം എത്രയും വേഗം തിരിച്ച് നൽകണം എന്നതാണ് പ്രധാനമായും ഇവർ ഉയർത്തുന്ന കാര്യം. നേരത്തെ സ്മിത സൂചിപ്പിച്ചതുപോലെ
തന്നെ ഏകദേശം 11 കോടിയോളം രൂപയാണ് ഈ ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിന് ആസ്തിയുള്ളത്. പക്ഷേ 6 കോടിയോളം രൂപ ബാധ്യത ഇതിനോടകം തന്നെ സഹകരണ സംഘത്തിനുണ്ട് എന്ന് സഹകരണ വകുപ്പിന്റെ തന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം ആരൊക്കെയാണ് പണം നൽകാനുള്ളത്, ഈ നിക്ഷേപം അവിടെ നിന്ന് പണം വാങ്ങിയ ശേഷം അത് തിരിച്ചടയ്ക്കാത്ത ആരൊക്കെ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധന നടത്തണം. നേരത്തെ ഈ പണം തിരികെ അടയ്ക്കാനുള്ളവരുടെ ഒരു പട്ടിക BJP നേതൃത്വത്തിനുൾപ്പെടെ അനിൽ കൈമാറി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കും. സ്മിത. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഒഡീഷയിൽ റെയിൽവേ പദ്ധതികളും BSNL 4G ടവറുകളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഗുജറാത്ത് സൂറത്തിലെ ബർഹാംപൂരിനെ ഉധ്നയുമായി ബന്ധിപ്പിക്കുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് വീഡിയോ കോൺഫറൻസിലൂടെ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. 273 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച സാമ്പൽപൂരിലെ 5 കിലോമീറ്റർ ഫ്ലൈ ഓവറും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 8 IITകളുടെ വികസനം, ബർഹാംപൂരിലെ MKCG മെഡിക്കൽ കോളേജ് ആശുപത്രി, സാമ്പൽപൂരിലെ വിംസർ ആശുപത്രി എന്നിവയ്ക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി പദവി നൽകൽ, ദേശീയ നൈപുണ്യ വികസന പരിപാടി തുടങ്ങൽ, അന്ത്യോദയ പദ്ധതി പ്രകാരം 50,000 ഗുണഭോക്താക്കൾക്ക് സഹായം നൽകൽ എന്നിവ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയ ശേഷം കഴിഞ്ഞ 15 മാസത്തിനിടെ പ്രധാനമന്ത്രിയുടെ ഒഡീഷയിലേക്കുള്ള 6ാമത്തെ സന്ദർശനമാണ് ഇത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ബീഹാർ സന്ദർശനം തുടരുന്നു. ഇന്നലെ വൈകുന്നേരം പറ്റ്നയിലെത്തിയ അമിത്ഷാ പാർട്ടി നിരീക്ഷകരുമായും സംസ്ഥാന കോർ കമ്മിറ്റി അംഗങ്ങളുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെക്കുറിച്ചും സംസ്ഥാനത്തെ ഭരണകക്ഷിയായ NDA സഖ്യകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജനത്തെക്കുറിച്ചും ചർച്ച നടത്തി. നേരത്തെ 75 ലക്ഷം സ്ത്രീകൾക്ക് 10,000 രൂപ വീതം നേരിട്ട് അക്കൗണ്ടിൽ നൽകുന്ന പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. പ്രിയങ്ക ഗാന്ധിയും സ്ത്രീകളെ കേന്ദ്രീകരിച്ച് പ്രചാരണം നടത്തിയിരുന്നു. അടുത്ത മാസത്തോടെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നേക്കും എന്നാണ് സൂചന. സംസ്ഥാന പര്യടനത്തിന്റെ ഭാഗമായി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ നടൻ വിജയ് ഇന്ന് നാമക്കലിലും കരൂരിലും എത്തും. കരൂരിൽ പ്രസംഗിക്കാനായി വിജയ് ആവശ്യപ്പെട്ട 3 ഇടങ്ങളിലും പോലീസ് അനുമതി നൽകിയില്ല. യാത്രയ്ക്ക് അനാവശ്യ നിയന്ത്രണം ഏർപ്പെടുത്തുന്നു എന്നാണ് TVKയുടെ ആക്ഷേപം. വിജയുടെ സംസ്ഥാന പര്യടനം 3ാം വാരത്തിലേക്ക് കടക്കുമ്പോഴും പ്രസംഗവേദികൾ സംബന്ധിച്ച് പോലീസുമായുള്ള തർക്കം തുടരുകയാണ്. വിജയ് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ സ്ഥിരമായി പോലീസ് അനുമതി നൽകുന്നില്ലെന്നാണ് TVKയുടെ ആക്ഷേപം. കരൂരിൽ ഇന്ന് പ്രസംഗിക്കാനുള്ള സ്ഥലം തീരുമാനമായത് ഇന്നലെ ഉച്ചയ്ക്ക് മാത്രം. വിജയ് ആവശ്യപ്പെട്ട 3 സ്ഥലങ്ങളിലും അനുമതി നൽകാതിരുന്ന പോലീസ് കഴിഞ്ഞ ദിവസം എടപ്പാടി പളനിസ്വാമി പ്രസംഗിച്ച വേലുച്ചാമിപുരത്ത് പ്രസംഗിക്കാൻ വിജയിയോട് ആവശ്യപ്പെട്ടു. മറ്റു വഴികളില്ലാത്തതിനാൽ TVKയ്ക്ക് വഴങ്ങേണ്ടി വന്നു. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തന്റെ യാത്രയ്ക്ക് മേൽ അനാവശ്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുവെന്ന് വിജയ് ആരോപിച്ചിരുന്നു. ഇന്നും ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനമുയർത്താനാകും അദ്ദേഹം ശ്രമിക്കുക. ശനിയാഴ്ച മാത്രം പുറത്തിറങ്ങുന്നയാളെന്ന ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ ആക്ഷേപത്തിനും വിജയ് മറുപടി നൽകിയേക്കും. നാമക്കലിൽ RP പുത്തൂരിലെ KS സിനിപ്ലക്സിന് സമീപമാണ് വിജയ് പ്രസംഗിക്കുക. മുഹമ്മദ് റഹീസ്, 24, ചെന്നൈ. ഇനി പ്രധാന അറിയിപ്പുകൾ. കോട്ടയം മേവള്ളൂർ ജലശുദ്ധീകരണ പ്ലാന്റിൽ വൈദ്യുത തകരാറിനെ തുടർന്ന് ജലവിതരണം മുടങ്ങും. വൈക്കം നഗരസഭ, വെച്ചൂർ, തലയാഴം, TV പുരം, ഉദയനാപുരം തുടങ്ങിയ പഞ്ചായത്തുകളിലാണ് ഇന്ന് ജലവിതരണം മുടങ്ങുക. കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽമേള, 50-ൽ അധികം ഒഴിവുകളുണ്ട്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്കാണ്. കോഴിക്കോട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. കുട്ടമ്പൂർ സ്കൂൾ പരിസരം, AR ക്യാമ്പ് റോഡ് പരിസരം, പള്ളിത്താഴം, ഭരതൻ ബസാർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വൈദ്യുതി മുടങ്ങുക. സംസ്ഥാന സ്കൂൾ കായികമേള ഒളിമ്പിക്സിന് മുന്നോടിയായി സെലക്ഷൻ ക്യാമ്പ് നടത്തുന്നു. ഇൻക്ലൂസീവ് സ്പോർട്സ് സെലക്ഷൻ ക്യാമ്പ് ഇന്ന് പാലക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കും. ആറ്റിങ്ങൽ എംപ്ലോയീസ് കൾച്ചറൽ ഓർഗനൈസേഷന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ക്വിസ് മത്സരം. ആറ്റിങ്ങൽ വിദ്യാഭ്യാസ ജില്ലയിലെ ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്കാണ് മത്സരം. ഈ മാസം 29-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആറ്റിങ്ങൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മത്സരം നടക്കും.
മുസ്ലിം ലീഗിനെതിരായ INL നേതാവ് കാസിം ഇരിക്കൂറിന്റെ പരാമർശത്തിനെതിരെ വിമർശനം. CPIഎമ്മിന്റെ ഗുഡ് ബുക്കിൽ കയറാനുള്ള അവസരവാദ ശ്രമമാണ് കാസിം ഇരിക്കൂർ നടത്തുന്നതെന്ന് മുസ്ലിം ലീഗ് വനിതാ നേതാവ് ഷാഹിന നിയാസ്. മുസ്ലിം ലീഗിനെ തൊട്ടാൽ കുളിക്കണമെന്നായിരുന്നു കാസിം ഇരിക്കൂറിന്റെ പരാമർശം. ഷാദ് റഹ്മാനാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. ഷഹദ്, ഇത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു വിമർശനം വന്നിട്ടുള്ളത്. അത് ഇടത് സർക്കാരിനെ അവരെ പ്രീണിപ്പിക്കാനുള്ള ആ ഒരു നീക്കങ്ങളുടെ ഭാഗമായാണെന്ന രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചിരിക്കുന്നു അല്ലേ? സ്മിത, ഉന്മേഷ, ഇത് ആദ്യമായിട്ടല്ല കാസിം ഇരിക്കൂർ മുസ്ലിം ലീഗിനെ ഇത്തരത്തിൽ വിമർശിക്കുകയും കടന്നാക്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരു പടി കൂടി കടന്നുകൊണ്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. കാസിം ഇരിക്കൂർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞത്, അതായത് മുസ്ലിം ലീഗിനെ തൊട്ടാൽ കുളിക്കണം എന്നുള്ളതാണ്. അതാണ് ലീഗ് അണികളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ഇപ്പോൾ ഒരു പ്രകോപനം ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ വനിതാ ലീഗിന്റെ നേതാവായിട്ടുള്ള ഷാഹിന നിയാസ് ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇങ്ങനെയാണ് പറയുന്നത്. അതായത് മുൻകാലങ്ങളിൽ 14 ജില്ലാ കമ്മിറ്റികളും തനിക്കൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാസിം ഇരിക്കൂർ ഇപ്പോൾ പാർട്ടിയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പടവെട്ടുന്ന ഒരാളെയാണ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ഒരു അടിക്കുറിപ്പിൽ പോലും തങ്ങളുടെ പേര് നിർദ്ദേശിക്കാനോ അല്ലെങ്കിൽ തങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനമാനങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു നേതാവാണ് താങ്കൾ എന്നുള്ളതാണ് ഷാഹിന പ്രധാനമായിട്ടും എടുത്തു പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ CPMന്റെ ഗുഡ് ബുക്കിൽ ഇടം നേടാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ കാസിം ഇരിക്കൂർ നടത്തുന്നത്. അല്ലാതെ ഇത് കാസിം ഇരിക്കൂറിന്റെ വാക്കുകളല്ല എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്. ഇനി ലോക വാർത്തകളിലേക്കാണ്. വാർത്താലോകം. ഗസ സമാധാന ചർച്ചകളിൽ പുരോഗതിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസ വെടിനിർത്തലിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ചർച്ചയുടെ ഓരോ ഘട്ടവും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഹമാസിനെയും അറിയിച്ചു. 4 ദിവസമായി നീളുന്ന ചർച്ചയിൽ ശുഭപ്രതീക്ഷ. സമ്പൂർണ്ണ സമാധാന കരാറിൽ എത്തും വരെ ചർച്ചകൾ തുടരുമെന്നും ട്രംപ് വ്യക്തമാക്കി. സൗദിയിൽ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ അനുമതി. ഇത് സംബന്ധിച്ച തുടർ നടപടികൾക്ക് വകുപ്പ് മന്ത്രിയെ ചുമതലപ്പെടുത്തി. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസം നൽകുന്നതാണ് ഈ തീരുമാനം. ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട്. സൗദിയിലെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് സൗദി മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് പ്രവാസികളുടെ കുടുംബത്തിന് സൗദിയിൽ ജോലി ചെയ്യാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ് മന്ത്രിസഭ. ഇത് സംബന്ധമായ സമ്പൂർണ്ണമായ തീരുമാനമെടുക്കാൻ സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏതൊക്കെ മേഖലയിൽ ഈ ആശ്രിത വിസയിലുള്ളവർക്കും ഫാമിലി വിസയിലുള്ളവർക്കും നിലവിൽ ജോലി ചെയ്യാൻ സൗദിയിൽ അനുമതിയില്ല. ഇവർക്ക് ജോലി ചെയ്യാനുള്ള അനുമതിയാണ് നൽകിയിരിക്കുന്നത്. ഇവർക്ക് ഏതൊക്കെ മേഖലയിൽ ജോലി ചെയ്യാം, എന്തൊക്കെ ജോലി ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മന്ത്രിക്ക് തീരുമാനിക്കാം. അതോടൊപ്പം തന്നെ ഇവരിൽ നിന്ന് എന്ത് ലവി ഈടാക്കണം എന്നും മന്ത്രിക്ക് തീരുമാനിക്കാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. നിലവിൽ സാധാരണ തൊഴിലാളികളിൽ നിന്ന് ഈടാക്കുന്ന ലവിയുടെ പകുതി മാത്രമാണ് ഫാമിലി വിസയിലുള്ള അവരിൽ നിന്ന് ഈടാക്കുന്നത്. ഇനി ഇവർ തൊഴിൽ മേഖലയിലേക്ക് മാറുമ്പോൾ അവരിൽ നിന്ന് ഈടാക്കുന്ന ലവി എത്ര സാധാരണ തൊഴിലാളികൾക്ക് തുല്യമായ ലവി തന്നെയായിരിക്കും ഈടാക്കുക എന്നാണ് സൂചന. ഇത് സംബന്ധമായ തീരുമാനമെടുക്കാനും മന്ത്രിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. നിതാക്കാത്ത പ്രകാരം ഒരു വിദേശ തൊഴിലാളിയായി ഈ ഫാമിലി വിസയിൽ ഉള്ളവരെ അവർ ജോലിയിലേക്ക് മാറുമ്പോൾ സാധാരണ ഒരു വിദേശ തൊഴിലാളിയായി തന്നെ നിതാക്കാത്ത പ്രകാരം എണ്ണും എന്നും മന്ത്രിസഭ പ്രത്യേകം പറയുന്നുണ്ട്. ഭാര്യ, ഭർത്താവ്, അതോടൊപ്പം തന്നെ വനിതാ തൊഴിലാളികളുടെ പുരുഷനായ രക്ഷാകർത്താവ് തുടങ്ങിയവരൊക്കെയാണ് ഈ ഗണത്തിൽ പെടുക. വിദേശത്തു നിന്നും തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ ഉള്ള സൗദിയിലുള്ളവർക്ക് തന്നെ തൊഴിൽ അവസരങ്ങൾ നൽകുകയാണ് ഈ സൗദി തൊഴിൽ മന്ത്രാലയം, മന്ത്രിസഭ. ഇത് ഫാമിലി വിസയിലുള്ളവർക്ക് മാത്രമാണ് ഇതിനുള്ള ഈ അനുമതി നൽകുക. അനുമതിയുള്ളത്. എന്നാൽ വിസിറ്റ് വിസയിലോ, അതായത് സന്ദർശന വിസയിലോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിലോ ഉംറ വിസയിലോ ഉള്ള ആളുകൾക്ക് ഇതിനുള്ള അനുമതി ഇപ്പോൾ ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന തീരുമാനമാണ് മന്ത്രിസഭയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. നോക്കാം ചില അന്താരാഷ്ട്ര വാർത്തകൾ ചുരുക്കത്തിൽ. ആരോഗ്യരംഗത്ത് തട്ടിപ്പ് നടത്തിയതിന് ഇന്ത്യൻ വംശജനായ ഡോക്ടർക്ക് അമേരിക്കയിൽ 14 വർഷം തടവ്. നെയിൽ കെ ആനന്ദിനെയാണ് തടവിനെ ശിക്ഷിച്ചത്. ഇയാളിൽ നിന്ന് 18 കോടി രൂപ പിഴ ഈടാക്കാനും കോടതി വിധി.
ഐക്യരാഷ്ട്രസഭയിൽ പാകിസ്ഥാന് നാണക്കേടുണ്ടാക്കി പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ്. 7-ലധികം തവണയാണ് ഖ്വാജയുടെ പൊതുസഭയിലെ പ്രസംഗത്തിൽ പിഴവുണ്ടായത്. ദക്ഷിണ സുഡാൻ വൈസ് പ്രസിഡന്റ് റേക്ക് മാച്ചറിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കോടതി നടപടിക്ക് പിന്നാലെ പ്രസിഡന്റ് സാൽവാ കിർ റേക്ക് മാച്ചറിനെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് പുറത്താക്കി. ഉഗാണ്ടയിലെ വിമത നേതാവ് ജോസഫ് കോനിക്കെതിരായ യുദ്ധ കുറ്റകൃത്യ കേസിൽ നടപടികൾ ആരംഭിച്ച അന്താരാഷ്ട്ര നീതിന്യായ കോടതി. കോനിയുടെ നേതൃത്വത്തിൽ 1980 മുതൽ നടന്ന അക്രമങ്ങൾ കോടതി വിശദമായി പരിശോധിക്കും. ശ്രീലങ്കയിൽ കേബിൾ കാർ തകർന്നുണ്ടായ അപകടത്തിൽ 7 ബുദ്ധിസ്റ്റ് സന്യാസികൾക്ക് ദാരുണാന്ത്യം. നയാന മൊണസ്ട്രയിലാണ് അപകടമുണ്ടായത്. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കൂടുതൽ ഇളവ് നൽകാനൊരുങ്ങി സർക്കാർ. തെരഞ്ഞെടുപ്പ് കാലം കണക്കിലെടുത്താണ് ചട്ടങ്ങളിൽ സമഗ്ര മാറ്റത്തിനൊരുങ്ങുന്നത്. 100-ലേറെ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെ കൂടുതൽ ജനസൗഹൃദമാക്കാനാണ് തീരുമാനമെന്ന് മന്ത്രി MB രാജേഷ് 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. തിരഞ്ഞെടുപ്പുകളിൽ സർക്കാരുകൾക്കെതിരായ ഭരണവിരുദ്ധ വികാരമുണ്ടാക്കുന്നതിൽ പ്രധാന ഘടകമാണ് കെട്ടിട നിർമ്മാണ ചട്ടം. ഏറെ പരാതികൾ ഉയരുന്ന മേഖലയിൽ ജനോപകാരപ്രദമായ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് സർക്കാരിന്റെ തീരുമാനം. തദ്ദേശ മന്ത്രിയുടെ അദാലത്തിൽ ഉയർന്നു വന്ന പരാതികളും ആഗോള നിക്ഷേപ സംഗമത്തിൽ ഉന്നയിക്കപ്പെട്ട പരാതികളും കണക്കിലെടുത്താണ് കെട്ടിട നിർമ്മാണ ചട്ടം സർക്കാർ പൊളിച്ചെഴുതുന്നത്. ചില പരാതികൾ അന്നത്തെ ചട്ടങ്ങൾക്കനുസരിച്ച് അവിടെ തീർപ്പാക്കാൻ പറ്റുമായിരുന്നില്ല. പക്ഷെ ന്യായമാണ് പരാതി. അപ്പം അതുകൊണ്ടാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് ഇത് ന്യായമാണ്, അതുകൊണ്ട് ഇതിന് തീർപ്പുണ്ടാക്കണമെങ്കിൽ ചട്ടം തന്നെ മാറണം. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നല്ലേ, ചട്ടങ്ങളെ മാറ്റുകയാണ് സർക്കാർ. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചട്ടങ്ങളെ മാറ്റുകയാണ്. കേരളത്തിന്റെ സ്ഥലപരമായ പരിമിതികളും പ്രത്യേകതകളും പരിഗണിച്ച് പ്രത്യേക ഇളവുകൾ ഉണ്ടാകും. സംരംഭകർക്ക് തടസ്സമായി നിൽക്കുന്ന ചട്ടങ്ങളിലും കാര്യമായ ഇളവുകൾ വരും. തദ്ദേശ വകുപ്പ് തയ്യാറാക്കിയ ഭേദഗതി നിർദ്ദേശങ്ങൾ നിയമവകുപ്പിന്റെ പരിശോധനയിലാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ 100-ലേറെ ഭേദഗതികൾ വരികയാണ്. ഒരേ സമയം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മാത്രമല്ല ഈസ് ഓഫ് ലിവിംഗ് കൂടി മെച്ചപ്പെടുത്താൻ ഉതകുന്ന ഭേദഗതികളാണ്. ലൈസൻസ് ചട്ടങ്ങളിൽ മാറ്റം വരുത്തിയതിനു ശേഷമുള്ള തദ്ദേശ ഭരണ വകുപ്പിന്റെ ശ്രദ്ധേയമായ ഇടപെടലാണ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളുടെ ഭേദഗതി. ഒക്ടോബറിൽ ചട്ടഭേദഗതി പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് ശ്രമം. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. വയനാട് ചുരം റോഡിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം തേടിയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്ന് അടിവാരത്ത് ജനകീയ സത്യഗ്രഹം നടത്തും. രാവിലെ 9 മണി മുതൽ രാത്രി 7 മണി വരെയാണ് സമരം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാം ഉദ്ഘാടനം നിർവഹിക്കും. MC മൈൻ ഹാജി, ഉമ്മർ പാണ്ടികശാല, KM ഷാജി, T സിദ്ദിഖ് MLA തുടങ്ങിയവർ പങ്കെടുക്കും. ചുരം റോഡിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും ഇടുങ്ങിയ വളവുകൾ വീതി കൂട്ടി വാഹനത്തിരക്കിനൊത്ത ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. രാജീവ് ആവാസ് യോജന പദ്ധതി പ്രകാരം കൊച്ചിൻ നഗരസഭ നിർമ്മിച്ച 2 ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഫോർട്ട് കൊച്ചി തുരുത്തിയിലാണ് 11, 13 നിലകൾ വീതമുള്ള തുരുത്തി ടവർ എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയം. കോഞ്ചേരി, തുരുത്തി, കൽവത്തി നഗർ നിവാസികളെ പുനരധിവസിപ്പിക്കുന്നതാണ് ഈ പദ്ധതി. കൊച്ചിൻ കോർപ്പറേഷനും സ്മാർട്ട് മിഷൻ ലിമിറ്റഡും സംയുക്തമായാണ് ഫ്ളാറ്റ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 394 കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ. വീടില്ലാത്തവർക്കായി ഒരു തദ്ദേശ സ്ഥാപനം ഒരുക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പാർപ്പിട പദ്ധതിയാണ് ഇത്. കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ ശതാബ്ദി വേറിട്ട രീതിയിൽ ആഘോഷിച്ച് തിരുവനന്തപുരം തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ ദേവാലയം. 100 കൊച്ചുത്രേസ്യമാരുടെ അപൂർവ സംഗമവും റാലിയും സംഘടിപ്പിച്ചാണ് പരിപാടി വ്യത്യസ്തമാക്കിയത്. രണ്ടു വയസ്സുകാരി മുതൽ 25 വയസ്സുകാരി വരെ കൊച്ചുത്രേസ്യയുടെ വേഷത്തിൽ അണിനിരന്നു. തൂങ്ങാമ്പാറ കൊച്ചുത്രേസ്യ ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ചായിരുന്നു 100 കൊച്ചുത്രേസ്യമാരുടെ അപൂർവ സംഗമം. കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ 100ാം വാർഷികമാണിത്. 1925-ൽ 11ാം പിയൂസ് മാർപ്പാപ്പയാണ് ലിസ്യൂവിലെ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചത്. ഫ്രഞ്ച് കർമ്മലീത്ത സന്യാസിനിയായിരുന്ന തെരേസ 1897-ലാണ് മരിച്ചത്, 24ാം വയസ്സിൽ. ജീവിതത്തിലെ കൊച്ചു കാര്യങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ ചെയ്താണ് കൊച്ചുത്രേസ്യ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ മാതൃകയായത്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുശേഷിപ്പും ലിസ്യൂവിൽ നിന്ന് കൊണ്ടുവന്ന തിരുസ്വരൂപവും ദേവാലയത്തിന്റെ പ്രത്യേകതയാണ്. ഈ തീർത്ഥാടന ദേവാലയത്തിൽ ശതാബ്ദി ആഘോഷമാണ് നടത്തപ്പെടുക. വിശുദ്ധ കൊച്ചുത്രേസ്യയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചതിന്റെ 1925 മുതൽ 2025 വരെയുള്ള 100 വർഷങ്ങൾ പൂർത്തിയാകുന്ന ഈ വേളയിൽ സന്തോഷകരമായിട്ട്
ഈ ജനങ്ങൾ വിശ്വാസ സമൂഹം ഒരുമയോടുകൂടെ ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുകയാണ്. ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഈ ദേവാലയത്തിൽ 100 വർഷമായതുകൊണ്ട്, ശതാബ്ദി ആയതുകൊണ്ട് തന്നെ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മന്ത്രിമാരായ KN ബാലഗോപാലും V ശിവൻകുട്ടിയും വിവിധ ദിവസങ്ങളിൽ തീർത്ഥാടനത്തിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കും. 24 തിരുവനന്തപുരം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 18ാമത് സംരംഭക കൺവെൻഷൻ വിഷൻ സമ്മിറ്റ് ആലപ്പുഴയിൽ നടക്കും. കാമരൂഡ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന പരിപാടി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്യും. ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ കേരള വിഷൻ നടപ്പാക്കാനിരിക്കുന്ന ആധുനികവൽക്കരണങ്ങളും പുതിയ പദ്ധതികളും സമ്മിറ്റിൽ പ്രഖ്യാപിക്കും. സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും ഉണ്ടാകും. വൈകിട്ട് 5-ന് കേരള വിഷൻ ന്യൂസിന്റെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക അവാർഡ് വിതരണവും മെഗാ ഷോയും നടക്കും. മന്ത്രി VN വാസവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. മൂവ് വിത്ത് പർപ്പസ് എന്ന ആശയവുമായി 4ാമത് ഫെഡറൽ ബാങ്ക് കൊച്ചി മാരത്തൺ ഫെബ്രുവരി 8-ന് നടക്കും. മാരത്തണിന്റെ ഭാഗമായുള്ള ഗ്രാൻഡ് ലോഞ്ച് കൊച്ചിയിൽ നടന്നു. കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ലോഞ്ച് നിർവഹിച്ചു. ലോകോത്തര മാരത്തൺ നടത്തണമെങ്കിൽ മികച്ച നഗരം അനിവാര്യമാണെന്നും ഇത്തരം മത്സരങ്ങളിലൂടെ കൊച്ചിയെ ലോകവേദിയിൽ അവതരിപ്പിക്കുമ്പോൾ നഗരത്തിന് കൂടുതൽ അംഗീകാരം ലഭിക്കുമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റും ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറുമായ MVS മൂർത്തി, സീനിയർ വൈസ് പ്രസിഡന്റും എറണാകുളം സോണൽ ഹെഡുമായ ശശിധരൻ CM, വൈസ് പ്രസിഡന്റും എറണാകുളം റീജിയണൽ ഹെഡുമായ ജോസ്മോൻ P. ഡേവിഡ്, റേസ് ഡയറക്ടർ ഒളിമ്പ്യൻ ആനന്ദ് മെനസസ്, ആസ്ട്രമെഡ് സിറ്റി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോൺസൺ K. വർഗീസ്, ജെയിൻ യൂണിവേഴ്സിറ്റി ന്യൂ ഇനീഷ്യേറ്റീവ്സ് ഡയറക്ടർ ഡോക്ടർ ടോം ജോസഫ് തുടങ്ങി പ്രമുഖർ പങ്കെടുത്തു. ക്ലിയോ സ്പോർട്സ് ഡയറക്ടേഴ്സായ അനീഷ് പോൾ, ബൈജു പോൾ, ശബരി R. നായർ, MRK ജയറാം തുടങ്ങിയവരും ചടങ്ങിന്റെ ഭാഗമായി. ഫെബ്രുവരി 8-ന് നടക്കുന്ന മാരത്തൺ 42.195 കിലോമീറ്റർ, 21.1 കിലോമീറ്റർ ഹാഫ് മാരത്തൺ, 10 കിലോമീറ്റർ റൺ, 3 കിലോമീറ്റർ ഗ്രീൻ റൺ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലാണ്. www.kochimarathon.in എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ. ഇനി നോക്കാം കായിക വാർത്തകൾ. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിലേക്കാണ് ഇന്നിരുന്ന് മലപ്പുറം FC. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ ആയിരക്കണക്കിന് ആരാധകരുടെ ആരവത്തിനിടയിലാണ് ടീമിന്റെ പുതിയ സീസൺ ലോഞ്ച്. മലപ്പുറം ഫുട്ബോളിന്റെ കഥയിലേക്ക് പുതിയൊരു അധ്യായം കൂടി ചേർത്താണ് ടീം രംഗത്തെത്തുന്നത്. കഴിഞ്ഞ സീസണിലെ നിരാശകൾ മറികടന്ന് മുന്നേറ്റം കുറിക്കാനാണ് ഇത്തവണ മലപ്പുറം FC ഇറങ്ങുന്നത്. സ്പാനിഷ് പരിശീലകൻ മിഗുവേൽ ടൊറേറയുടെ കീഴിലാണ് ടീം ഇറങ്ങുന്നത്. മുൻ ഇന്ത്യൻ താരം അനസ് എടത്തൊടിക ടീമിന്റെ സ്കൗട്ടിംഗ് ഡയറക്ടറാണ്. ISL-ൽ തിളങ്ങിയ സൂപ്പർ താരം റോയ് കൃഷ്ണ ഉൾപ്പെടെയുള്ള മികച്ച താരങ്ങളെയാണ് ഇത്തവണ മലപ്പുറം FC കരസ്ഥമാക്കിയിരിക്കുന്നത്. പരിചയസമ്പന്നരായ 6 വിദേശ താരങ്ങളും ടീമിലുണ്ട്. ഒക്ടോബർ 3-ന് തൃശൂർ FCക്കെതിരെയാണ് മലപ്പുറം FCയുടെ ആദ്യ പോരാട്ടം. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ മലപ്പുറം FCയുടെ മുന്നേറ്റം ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. 24 മലപ്പുറം. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു.